ഇറാനുമായി അമേരിക്കയും ഇസ്രായേലും വെടിനിർത്തൽ പ്രഖ്യാപിച്ചെങ്കിലും ലെബനനെതിരെ ആക്രമണം തുടരുകയാണ് ഇസ്രായേൽ. ഇറാനുമായാണ് കരാറെന്നും ലെബനൻ അതിൽ ഉൾപ്പെടില്ലെന്നുമാണ് ഇസ്രായേലിൻ്റെ നിലപാട്. ലെബനൻ പ്രധാനമന്ത്രി നവാസ് സലാം കഴിഞ്ഞ ദിവസം ഇസ്രായേൽ ആക്രമണം അവസാനിപ്പിക്കാൻ പാകിസ്ഥാൻ്റെ സഹായം തേടിയിരുന്നു. വെള്ളിയാഴ്ച ഇസ്ലാമാബാദിൽ ചർച്ചകൾ നടക്കാനിരിക്കെയാണ് ഇസ്രായേൽ ലെബനനിൽ ആക്രമണം തുടരുന്നത്. ഇതിനിടെ നിർണായക ചർച്ചകൾ പാകിസ്ഥാനിൽ നടക്കാനിരിക്കെ ഇറാനെതിരെ വീണ്ടും ഭീഷണിയുമായി ട്രംപും രംഗത്തെത്തിയിട്ടുണ്ട്. ഹോർമുസ് കടലിടുക്കിലൂടെ കടന്നുപോകുന്ന ടാങ്കറുകളിൽ നിന്ന് ഇറാൻ ഫീസ് ഈടാക്കുന്നതായി റിപ്പോർട്ടുകളുണ്ട്. അവ ഈടാക്കാതിരിക്കുന്നതാണ് നല്ലത്, അല്ലെങ്കിൽ അത് നിർത്തണമെന്നും ട്രംപ് വ്യക്തമാക്കി. ട്രൂത്ത് സോഷ്യലിലൂടെയായിരുന്നു ട്രംപിൻ്റെ പ്രതികരണം. ഹോർമുസ് കടലിടുക്ക് വഴി എണ്ണക്കപ്പലുകൾ കടന്നുപോകാൻ ഇറാൻ നിബന്ധനകൾ വെക്കുന്നുവെന്നും തങ്ങൾ തമ്മിലുള്ള കരാർ അങ്ങനെയല്ലെന്നും ട്രംപ് മറ്റൊരു പോസ്റ്റിൽ കുറിച്ചിട്ടുണ്ട്. പശ്ചിമേഷ്യയിലെ സംഘർഷത്തിന് അറുതി വരുത്തുക എന്ന ലക്ഷ്യവുമായി US-ഉം ഇറാനും തമ്മിൽ നടത്തുന്ന ചർച്ച വെള്ളിയാഴ്ച പാകിസ്ഥാൻ്റെ തലസ്ഥാനമായ ഇസ്ലാമാബാദിലാണ് നടക്കുന്നത്. ഇതിനിടെയാണ് ട്രംപിൻ്റെ പ്രതികരണം വീണ്ടും ആശങ്കയ്ക്ക് വഴിവെക്കുന്നത്. ഇതിനിടെ പാക് പ്രതിരോധ മന്ത്രി ഖ്വാജ ആസിഫ് ഇസ്രായേലിനെതിരെ നടത്തിയ പരാമർശങ്ങൾ വലിയ വിവാദമായിട്ടുണ്ട്. ഇസ്രായേലിലെ മനുഷ്യരാശിയുടെ ശാപമെന്നും തിന്മയുടെ പ്രതീകമെന്നും വിശേഷിപ്പിച്ച ഖ്വാജ ആസിഫ് പലസ്തീൻ മരുഭൂമിയിൽ ഇസ്രായേൽ എന്ന ക്യാൻസർ രൂപപ്പെടുത്തിയവർ നരകത്തിൽ എരിയട്ടെ എന്ന് എക്സിൽ കുറിച്ചിരുന്നു. എന്നാൽ ഇസ്രായേലിൻ്റെ പ്രതിഷേധത്തെ തുടർന്ന് പിന്നീട് ഈ പോസ്റ്റ് നീക്കം ചെയ്യുകയായിരുന്നു. നേരത്തെ 2 ആഴ്ച സ്വാഭാവിക വെടിനിർത്തലിന് US-ഉം ഇറാനും ബുധനാഴ്ച ധാരണയായിരുന്നു. ഈ പശ്ചാത്തലത്തിലാണ് ഇരു രാജ്യങ്ങളുടെയും പ്രതിനിധികൾ തമ്മിലുള്ള ചർച്ച. ഫെബ്രുവരി 28-ന് US-ഉം ഇസ്രായേലും ചേർന്ന് ഇറാനെ ആക്രമിച്ചതോടെയാണ് പശ്ചിമേഷ്യ സംഘർഷഭരിതമായത്. നയതന്ത്ര ശ്രമങ്ങളെ അട്ടിമറിക്കാൻ ഇസ്രായേൽ ശ്രമിക്കുന്നുണ്ടെങ്കിലും ഇറാൻ ചർച്ചയിൽ പങ്കെടുക്കുമെന്ന് പാകിസ്ഥാനിലെ ഇറാൻ സ്ഥാനപതി റേസ അമീറി മുഗാദം പറഞ്ഞു. ഇറാൻ മുന്നോട്ട് വെച്ച 10 നിർദ്ദേശങ്ങളെ അടിസ്ഥാനമാക്കിയാണ് ചർച്ചയെന്നും റേസ വ്യക്തമാക്കി. വെള്ളിയാഴ്ചത്തെ ചർച്ചയ്ക്ക് സമയപരിധി നിശ്ചയിച്ചിട്ടില്ല. ഇറാനുമേലുള്ള ഉപരോധങ്ങൾ ഇളവ് ചെയ്യൽ, പശ്ചിമേഷ്യയിലെ സുരക്ഷ ഉറപ്പാക്കൽ, ഇറാൻ്റെ ആണവ മിസൈൽ പദ്ധതിയുടെ ഭാവി നിശ്ചയിക്കൽ എന്നിവയുൾപ്പെടെയുള്ള ദീർഘകാല സമാധാന പദ്ധതികളാകും ചർച്ചയ്ക്ക് വരികയെന്നാണ് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. തങ്ങൾ മുന്നോട്ട് വെച്ച 10 നിർദ്ദേശങ്ങളെ അടിസ്ഥാനമാക്കിയാകും ചർച്ചയെന്ന് ഇറാൻ ഇതിനകം വ്യക്തമാക്കിയിട്ടുണ്ട്. ഉപരോധങ്ങൾ നീക്കൽ, ഭാവിയിൽ ആക്രമണം ഉണ്ടാകില്ലെന്ന ഉറപ്പ്, ഹോർമുസ് കടലിടുക്കുമായി ബന്ധപ്പെട്ട പുതിയ സംവിധാനം എന്നിവയുൾപ്പെടെയുള്ള കാര്യങ്ങളാണ് ഇറാൻ നിർദ്ദേശങ്ങളിൽ മുന്നോട്ട് വെച്ചിട്ടുള്ളത്.